കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം.എൽ.എ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സംഘാടകർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതികളിലും അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ പോലീസ് 5 പേരെ പ്രതി ചേർത്തിരുന്നു. മൃദംഗ വിഷൻ സിഇഒ നികോഷ് കുമാറിനെ ഒന്നാം പ്രതിയാക്കിയായിരുന്നു കേസ്. അശാസ്ത്രീയമായാണ് വേദി നിർമ്മാണം എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നു. കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്ന് തന്നെയാണ് സംയുക്ത സമിതി റിപ്പോർട്ടും. അതുമാത്രമല്ല, തുടക്കം മുതൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നത് ഈ സംഘാടക സമിതിയുടെ അശാസ്ത്രീയമായ വേദി നിർമ്മാണത്തിലുപരി മറ്റൊരു രീതിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കൂടി നടത്തി എന്നുള്ളതായിരുന്നു. പല രക്ഷിതാക്കളും അത്തരത്തിലുള്ളൊരു പരാതി തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചു വന്നിരുന്നു. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നതും സ്വാഭാവികമായും ഇത് മറ്റു കാര്യതലങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും പോലീസ് ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും അന്വേഷിക്കും. അതുമായിട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബന്ധപ്പെട്ട വിവരങ്ങൾ രോഹിണി, നേരത്തെ തന്നെ ഈ രക്ഷകർത്താക്കൾ, അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഈ പണപ്പിരിവ് സംഘാടകർ നടത്തിയ എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. അതായത് ഓരോ രക്ഷകർത്താക്കളുടെ പക്കൽ നിന്നും ഓരോ തുകയാണ് സംഘാടകർ പിരിച്ചെടുത്തിട്ടുള്ളത്. ചിലരിൽ നിന്ന് 2000 രൂപ, ചിലരിൽ നിന്ന് 3600, മറ്റു ചിലരിൽ നിന്ന് 5000 രൂപ വരെ പിരിച്ചെടുത്തിട്ടുണ്ട്. കല്യാൺ സിൽക്സ്, അതായത് ഈ സ്പോൺസർഷിപ്പ് നൽകിയവർ വെറും തുച്ഛമായിട്ടുള്ള തുകയ്ക്കാണ് ആ ഡ്രസ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഡ്രസ് മെറ്റീരിയലിന് വേണ്ടിയിട്ട്, അതായത് ആ വസ്ത്രത്തിന് വേണ്ടിയിട്ട് 1600 രൂപയാണ് നിലവിൽ കുട്ടികളുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ നിന്ന് സംഘാടകർ പിരിച്ചെടുത്തിട്ടുള്ളത്. 12000 പേർ പങ്കെടുത്ത നൃത്ത പരിപാടി, അതിൽ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് 3600 രൂപയൊക്കെ വെച്ച് ശരാശരി പിരിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവാണ് ഇത്തരത്തിൽ ഈ പറയുന്ന മൃദംഗ വിഷൻ സംഘാടകർ നടത്തിയിട്ടുള്ളത്. ഇതിന്മേൽ രേഖാമൂലമായിട്ടുള്ള പരാതി പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വിപുലമായിട്ടുള്ള രീതിയിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് വിധത്തിലാണ് ഈ പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്, അത് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളിലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തുക. എന്തായാലും പണപ്പിരിവ് നടത്തി എന്നുള്ളതും സാമ്പത്തികമായിട്ടുള്ള മറ്റ് ക്രമക്കേടുകൾ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു മൃദംഗ വിഷന്റെ നേതൃത്വത്തിൽ ഈ പരിപാടിയുടെ പേരിൽ ഉണ്ടായി എന്നുള്ളതാണ് ആക്ഷേപവും പരാതിയും. എന്തായാലും അതിന്മേലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. ഇതിൽ ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന മറ്റ് വിവരങ്ങൾ എന്ന് പറയുന്നത്, ഈ കേസിൽ അപ്പാടെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പിന് പുറമെ മനഃപൂർവ്വമുള്ള ഒരു അല്ലെങ്കിൽ നരഹത്യാ ശ്രമത്തിനുള്ള അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ എല്ലാ പ്രതികൾക്കുമെതിരെ മനഃപൂർവ്വം നരഹത്യാ ശ്രമം ആ കുറ്റം കൂടി ചേർത്തത്. ജാമ്യമില്ലാ വകുപ്പ് ഇന്നലെ മാത്രമാണ് പോലീസ് ചേർത്തത്. ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ, അതായത് BNS-ലെ 120B അടക്കമുള്ള കുറ്റങ്ങൾ മാത്രമായിരുന്നു ചുമത്തപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം പോലീസിന് നേരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ ഈ പ്രതികൾക്കെതിരെ ഈ കേസിൽ വീണ്ടും അധിക വകുപ്പുകൾ കൂടി ചുമത്തുകയായിരുന്നു. നരഹത്യാ ശ്രമം എന്നുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ കേസിലെ തന്നെ ഒന്നാം പ്രതിയും അതോടൊപ്പം തന്നെ ഈ മൃദംഗ വിഷൻ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷന്റെ മുഖ്യ ചുമതലക്കാരനുമായിട്ടുള്ള നികോഷ് കുമാർ, അതോടൊപ്പം ഈ സ്റ്റേജിന്റെ ക്രമീകരണം നടത്തിയിട്ടുള്ള ഈ താൽക്കാലിക സ്റ്റേജിന്റെ ക്രമീകരണം നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ചുമതലക്കാരനായിട്ടുള്ള ജനീഷ് എന്നിവരോട് 2-ാം തീയതി, അതായത് നാളെ തന്നെ ഹാജരാകാനായിട്ട് ഈ പറയുന്ന പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം, അല്ലാത്ത പക്ഷം പോലീസിന് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. മാത്രമല്ല ഇതിന്റെ പൊതു താല്പര്യം അടക്കം പരിഗണിക്കണമെന്നുള്ള ഒരു വാദഗതി സർക്കാർ മുന്നോട്ട് വെച്ചത്. അതടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി അത്തരത്തിൽ കീഴടങ്ങൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെ നമുക്ക് വിശദമാക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഉമാ തോമസിന്റെ ആരോഗ്യനില, അതിൽ നേരിയൊരു പുരോഗതി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ സംഘം അത് വിലയിരുത്തിയിരുന്നു. കാരണം നിലവിലെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈ ശ്വാസകോശത്തിന് അണുബാധയേറ്റിട്ടുണ്ട്. അതായത് ശ്വാസകോശത്തിൽ രക്തം കയറി ആയിരുന്നു അണുബാധയേറ്റത്. ഈ അണുബാധ കുറച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് മറ്റ് ചികിത്സയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന മെഡിക്കൽ. അതായത് ഈ സാമ്പത്തിക തട്ടിപ്പിലേക്കും അന്വേഷണം നീളുകയാണ്. ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു, സെലിബ്രിറ്റികളെ അവിടേക്ക് വിളിപ്പിക്കുന്നു,
ജനകീയ ശ്രദ്ധ നേടാൻ പരമാവധി ശ്രമിക്കുന്നു. മന്ത്രി അടക്കം വേദിയിലേക്ക് എത്തുന്നു. അതിനിടെ MLA വീണ് പരിക്കേൽക്കുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. അങ്ങനെ പ്രമുഖരെയൊക്കെ മുന്നിൽ നിർത്തി അവരറിയാതെ പിന്നിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു. അത് സാമ്പത്തിക തട്ടിപ്പെന്ന പുതിയ വഴിയിലേക്ക് അന്വേഷണം മാറുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.